ഇപ്പോൾ BOT പഠിക്കാനായിട്ട് കോഴ്സിനെ പറ്റി തീരുമാനം എടുത്തു. ഇനി ഒരു കുട്ടി കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം അഫിലിയേഷനാണ്. അതായത് WFOT, അയോട്ട ഈ 2 അഫിലിയേഷനുള്ള കോളേജസ് ചൂസ് ചെയ്താലേ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണെന്ന് നമുക്ക് അഷ്വർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഇപ്പം ഇത്രയും കാലം പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്കൊരു ലൈസൻസ് വേണമല്ലോ. അതെ. ഈ ലൈസൻസ് നമുക്ക് തരുന്ന നമ്മളെ ലൈസൻസിങ് ബോഡി അയോട്ടയാണ്. അപ്പോൾ നമ്മൾ ഈ അയോട്ടയുടെ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഗൂഗിൾ എടുത്ത് നോക്കിയാൽ, ഇപ്പം ഇത് പ്രഷർക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മൾ അയോട്ടയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നമുക്കിങ്ങനെ കോളേജസിൻ്റെ പേര് വരുമ്പം അതിൽ ഓൾറെഡി അഫിലിയേഷനുള്ള കോളേജസിൻ്റെ പേര് മാത്രമേ വരുള്ളൂ. അപ്പം ആ പേരുകളുള്ള കോളേജ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ലൈസൻസിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഗുഡ് സ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അയോട്ടയാണ്. സോ ഇതില്ലാത്ത കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല. ആൻഡ് ഭാവി പിന്നെ ഒരു ഡേഞ്ചർ സോണിലായിരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഫാക്കൽറ്റീസ്. അതായത് ഒത്തിരി കോളേജസ് ഇപ്പോൾ ഉണ്ട് OTക്ക്. എന്നിരുന്നാൽ പോലും എല്ലാ കോളേജസിലും ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. അവിടെ ഫാക്കൽറ്റീസ് ഉണ്ടോ, അവിടുത്തെ ലൈബ്രറി ഒക്കെ എങ്ങനെയാണ്, വേണ്ട ബുക്സുകൾ അവിടെ ഉണ്ടോ, കോളേജിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പോഷർ, നമ്മൾ എവിടേക്കാണ് ഇവരെ കുട്ടികളെ നമ്മൾ ഇൻറ്റേൺഷിപ്പിനാണെങ്കിലും എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഏത് ഹോസ്പിറ്റലിലാണ്, ടൈപ്സ്. ഏത് ക്ലിനിക്സിലാണ് ഇവർ പോകുന്നത്, അവിടെയൊക്കെ പേഷ്യൻസ് ഉള്ളതാണോ, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കോളേജ് ചൂസ് ചെയ്യാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബഡ്ജറ്റാണ്. നമ്മൾ കോളേജ് നോക്കുമ്പം അതൊരു പ്രശ്നം വരാറുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യമാണ്. കാരണം കുട്ടികൾ ഫസ്റ്റ് ഇയർ ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട്, ഈ കോളേജ് ചേർന്നതിന് ശേഷം ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട്, എന്താ പറയുക, ഒരു ഭയങ്കര പ്രഷറിൽ പഠിക്കുന്നവരുണ്ട്. അതായത് നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ കോളേജാണ് നമ്മുടെ ചോയ്സ് ഉണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. ബട്ട് നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും നമ്മുടെ കോളേജും ഒക്കെ മാച്ച് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നോക്കണം. അല്ലെങ്കിൽ ഈ പ്രഷർ വരുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. ഒരു ഫീസ് അടക്കാനാവുമ്പം മേ ബി ഇതൊരു ചെറിയ കാര്യമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം ഈ പ്രഷർ എത്രത്തോളം അവരുടെ സ്റ്റഡീസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. സോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കോളേജ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവിധ കാര്യങ്ങൾ പറഞ്ഞു തന്ന മാമിന് വളരെയധികം നന്ദി. ഇനി നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും എക്സാംസിനെ പറ്റിയിട്ടും ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇനിയും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.